അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള പര്യടനം പ്രതിസന്ധിയിലായതോടെ സ്പോൺസർമാരിൽ നിന്നും വിശദീകരണം തേടാൻ സംസ്ഥാന കായിക വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. വിശദീകരണം തേടി സ്പോൺസർമാർക്ക് കത്തയക്കാനാണ് നിലവിലെ നീക്കം. ജനുവരിയിൽ പണം നൽകാമെന്നായിരുന്നു സ്പോൺസർമാർ അറിയിച്ചിരുന്നത്. നിശ്ചിത സമയത്തും സ്പോൺസർമാർ തുക നൽകിയില്ല എന്നാണ് കായിക വകുപ്പിന്റെ വിശദീകരണം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ കായിക വകുപ്പ് ഇപ്പോൾ സ്പോൺസർമാരിൽ നിന്ന് വിശദീകരണം വാങ്ങാനാണ് നീക്കം നടത്തുന്നത്. എങ്ങനെയാണ് സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ്. വലിയ ആവശ്യത്തോടുകൂടി കാത്തിരുന്നതാണ് അർജന്റീൻ ടീം മെസ്സിയും കേരളത്തിലേക്ക് വരുന്നത്. നവംബറിൽ ഈ ടീം മെസ്സിയും കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു കായിക വകുപ്പിന്റെ പ്രഖ്യാപനം. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പല വേദികളിലും പരസ്യമായി ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ചെയ്തത്. അവരുടെ പുതിയ കലണ്ടർ പ്രകാരം ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന സ്പോൺസർമാരോട് വിശദീകരണം തരാൻ കായിക വകുപ്പ് തീരുമാനിച്ചത്. നേരിട്ട് സർക്കാരും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലല്ല ആശയവിനിമയം ഒന്നും ഉണ്ടായിരുന്നത്. അതിനായി ചുമതലപ്പെടുത്തിയ സ്പോൺസർമാരാണ് ഇക്കാര്യം ചെയ്തിരുന്നത്. പക്ഷേ അവർക്ക് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകേണ്ട തുക പോലും ഈ സ്പോൺസർമാർ നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പിന്മാറ്റം ഉണ്ടായതെന്നാണ് കായിക വകുപ്പ് പറയുന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നത് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്പോൺസർമാർക്ക് കത്തയക്കാനാണ് കായിക വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. നിശ്ചിത സമയത്തും എന്തുകൊണ്ട് ഈ തുക നൽകാൻ കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടാൻ തയ്യാറായെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സ്പോൺസർമാർ വിശദീകരിക്കേണ്ടി വരിക. ഇക്കാര്യം കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറി. കാരണം ഇത് സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത, അല്ലെങ്കിൽ സർക്കാരാണ് കൊണ്ടുവരുന്ന പ്രതീതി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി അബ്ദുറഹ്മാൻ പല പൊതുവേദികളിലും സർക്കാർ ഈ മെസ്സിയെയും അർജന്റീൻ ഫുട്ബോൾ ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതില്ല എന്ന് പറയുമ്പോൾ അത് കായിക വകുപ്പിനും വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം, അല്ലെങ്കിൽ ഈ ടീം വരില്ല എന്നുള്ളത് പൂർണ്ണമായും കായിക വകുപ്പ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായി പറയുന്നില്ല. അവർ അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് കായിക വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സാധ്യത ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതുകൂടി ഈ സ്പോൺസർമാർ അറിയിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് കായിക വകുപ്പ് തേടുകയും ചെയ്യും. അതായത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിക്കൊണ്ട് സ്പോൺസർമാർക്ക് കത്തയക്കാനാണ് ഇപ്പോൾ കായിക വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ അർജുൻ, വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കായിക പ്രേമികളൊക്കെ വലിയ സന്തോഷത്തിലും ആവേശത്തിലും ഒക്കെ ആയിരുന്നു. അർജന്റീന ടീം ഇവിടേക്ക് വരുന്നു, മെസ്സി വരുന്നു എന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷത്തിലും ആവേശത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് അങ്ങനെ നടക്കില്ല എന്നറിഞ്ഞപ്പോൾ കായിക പ്രേമികൾ സത്യം പറഞ്ഞാൽ അവർ നിരാശയിലുമാണ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്പോൺസർമാരോട് കായിക വകുപ്പ് തന്നെ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്.